ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യാപ്ചർ ലെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൻ്റെ അനിമേറ്റഡ് ടൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ചെറിയ വീഡിയോ ആണ്. ഇതിപ്പോൾ യൂട്യൂബേഴ്സിന് മാത്രമല്ല, അത്യാവശ്യം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിപ്പോൾ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു തംബ്നെയിൽ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രോം ഓപ്പൺ ചെയ്തു. അതിൽ ക്യാൻവ എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്തു, canva.com. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബോക്സിൽ നമ്മൾ യൂട്യൂബ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് കിട്ടും. അല്ല, യൂട്യൂബ് ചാനൽ ആർട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബ് ഗെയിമിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ കുറേ ടെംപ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇഷ്ടമുള്ളത്, അപ്പോൾ ടെംപ്ലേറ്റ് കാണുമ്പോൾ തന്നെ അതിനകത്ത് പെയ്ഡും ഉണ്ട്, അതേപോലെ ഫ്രീയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും പെയ്ഡാണോ ഫ്രീ ആണോ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടെംപ്ലേറ്റാണ് സെലക്ട് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഓപ്പണായി. ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഷേപ്പിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ നമുക്ക് ഹെഡിങ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ബോൾഡായിട്ടുള്ളവരെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണോ ഹെഡിങ് വേണ്ടത് അതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ടൈപ്പ് ചെയ്തു ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ടൈറ്റിൽ. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് വലുതാക്കും. ഇനി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം, വീഡിയോസ് ആഡ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പ്രീമിയം ഉണ്ട്. പ്രീമിയം ആണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ക്രൗണ്ട് സിമ്പിളായി കാണും. ഇനി മോർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഒറ്റ ഓപ്ഷനായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം മോശമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പോലെ ചെയ്യും. ഇനി നമ്മൾ അതിനെ അനിമേറ്റ് ചെയ്യുമ്പോൾ അല്ല, അവിടെ മുകളിൽ അനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ചാൽ മതി. അത് നണ്ണിൻ്റെ ഒന്നുമില്ല. ജസ്റ്റ് ഏത് എഫക്റ്റാണോ വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ കാണിക്കും. അപ്പോൾ കുറേ ഓപ്ഷൻസ് താഴേക്കുണ്ട്. പ്രീമിയം ഉണ്ട് അതിനകത്ത്. അപ്പോൾ കാശ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീമിയം കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കണ്ടോ, പ്രീമിയത്തിന് അവിടെ ക്രൗണ്ട് സിമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് അത് ജസ്റ്റ് നമുക്ക് വീഡിയോസിൻ്റെ ടൈറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യാണ്, ബ്ലോക്ക്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക് അതിനകത്ത് ആഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മ്യൂസിക്കും കേൾക്കാൻ പറ്റും. ഇനി മ്യൂസിക്കിനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മോറിൽ പോയിട്ട് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് പെയ്ഡുണ്ട്, ക്രൗൺ സിമ്പിളുണ്ട്, അത് പെയ്ഡായിരിക്കും. അതുപോലെ ഫ്രീ ആയിട്ടുള്ളതിന് ഒന്നൊരു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ജസ്റ്റ് പ്ലേ ചെയ്യണമെങ്കിൽ കേട്ട് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനത് സെലക്ട് ചെയ്തിട്ട് അത് ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പേര് വന്നല്ലേ, അതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. നമുക്ക് ആ സോങ്ങിൻ്റെ ഏത് പാർട്ടാണോ വേണ്ടത് അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്തിട്ട് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാൻ അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് റെക്കമെൻഡായിട്ട് MP4 ആയിരിക്കും ഉള്ളത്. നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. MP4 കൊടുത്ത് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡായി. ഇനി നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് അത് കണ്ടു നോക്കാം അല്ലേ. ഓക്കെ, ഞാൻ ഡൗൺലോഡ്സിൽ പോയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ജസ്റ്റ് 5 സെക്കൻഡ്സേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് പ്രീമിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും. വീഡിയോ ടൈറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബേഴ്സിന് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു,
ടെംപ്ലേറ്റൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.